ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹോം ടൂറാണ്. നമ്മളെ വീടിൻ്റെ പണിയൊന്നും പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല, പകുതി കഴിഞ്ഞിട്ടുള്ളൂ. നിലത്ത് നമ്മൾ ടൈൽസ് ഇട്ടിട്ടുണ്ട്. ടൈൽസ് ഇടാൻ ഒരു കഥയുണ്ട്, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ നായ്ക്കുട്ടന്മാരാണ്, 2 നായ്ക്കുട്ടന്മാരുണ്ട് പുറത്ത്. ഇത് മഴേനെ കൊണ്ട് ഷീറ്റിൻ്റെ ചുവട്ടിൽ ആറിയിട്ടതിനെ കൊണ്ട് കാണുന്നില്ല അവർ കേട്ടോ. ഇത് നമ്മുടെ വഴിയാണ്, നല്ല വഴിയുള്ള സ്ഥലത്തൊക്കെയാണ് നമ്മളെ വീടുള്ളത് കേട്ടോ. ഇത് കാട് പിടിച്ച് കിടക്കുകയാണ് മഴയേനെ കൊണ്ട്. അപ്പോൾ സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ മുറിയിലേക്കാണ് കേട്ടോ. മുറിയിൽ ഒരു കട്ടിൽ, ഒരു അലമാര, ഒരു കൂളർ, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും കേട്ടോ. ആ മോള് കിടന്ന് ഉറങ്ങി, എഴുന്നേറ്റിട്ടില്ല, എഴുന്നേക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. അപ്പോൾ ഇതാ ടൈൽസ് ഇടാനുള്ള കഥ പറയുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിൽ 3 പ്രാവശ്യം നല്ല വിഷമുള്ള പാമ്പുകൾ വന്നു. നല്ല വിഷമുള്ള പാമ്പുകളാണ് വന്നത്. അന്നേരം നമ്മൾ പുറമേ തേച്ചിട്ടില്ല, നേരം ഷീറ്റ് ഇട്ടതായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് കാലമായിട്ട് നമ്മൾ ടൈൽസ് ഇട്ടതാണ് കേട്ടോ. നമ്മൾ നിലത്ത് ആ ഷീറ്റിൽ കൂടെയൊക്കെ എഴയുന്ന പാമ്പ് വന്ന് കിടക്കുകയാണ്, 2-3 പ്രാവശ്യം വന്ന്. അതുകൊണ്ട് നമ്മൾ കുറച്ച് പൈസയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ടൈൽസ് ഇട്ടു കേട്ടോ. പുറമേ തേക്കാനുണ്ട്, ഏതോ കാലം പെയിൻ്റ് അടിച്ചതാണ്, അതുകൊണ്ടാണ് ചെളി. പിന്നെ ഇത് അകത്തൊക്കെ നമ്മുടെ ആറിയിട്ടതാണ് കേട്ടോ. ഈ ഒരു മുറിയിൽ നമ്മൾ കിടക്കില്ല, മോള് കിടന്ന ആ മുറിയിലാണ് നമ്മൾ കിടക്കാറുള്ളത്. മറ്റേ ഈ മുറിയിൽ നമ്മൾ കിടക്കാറില്ല. അപ്പോൾ ആ മുറിയിൽ ഇടനാഴിയോടും ചേർന്ന് നമ്മൾ ഒരു അയൽ കെട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ഡൈനിങ് ഹാളുണ്ട്, ഡൈനിങ് ഹാളിലൊരു ടേബിളുണ്ട്, പിന്നെ ഒരു സോഫ ഉണ്ട്. പിന്നെ ഇതാ കസേരയിൽ കുറച്ച് ഉണങ്ങിയില്ല എന്നുള്ള മട്ടിലുള്ള തുണി മടക്കി വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ തോതിലുള്ള തുണികളൊക്കെ ഉണ്ട്, കസേരയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ ഇതാ കിടക്കുന്നില്ല എന്ന് പറഞ്ഞ മുറിയിൽ, നമ്മൾ ആറിയിടുന്ന മുറിയിൽ അവിടെ 2 കട്ടിലുണ്ട്. ഒരു കട്ടിൽ ഇതവിടെ ഉണ്ട്, ഒരു കട്ടിൽ അവിടെയുണ്ട്. പിന്നെ ഒരു മിഷനുണ്ട്. ഇവിടെയൊക്കെ അതാ നമ്മൾ ആറിയിട്ടിട്ടുണ്ട്. പിന്നെ വിളക്ക് വെച്ചിട്ടുള്ള മുറിയിലാണ് ആറിയിട്ട് പോകുന്നുണ്ട്. പിന്നെ മോളെ പഠിക്കുന്ന ഒരു ടേബിളുണ്ട്, പിന്നെ ഒരു അലമാറയുണ്ട് കേട്ടോ അവിടെ. പിന്നെ അത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ എൻ്റെ മാമൻ്റെ മോൻ്റെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്, ട്വിൻസാണ്. അവർക്ക് ഞാൻ പാമ്പേഴ്സ് ഒരു ഓഫറിന് കിട്ടിയപ്പോൾ മേടിച്ച് വെച്ചോട്ടോ. ഇനി അവർക്കത് കൊടുക്കണം. പിന്നെ മിഷൻ്റെ മുകളിൽ ഒത്തിരി അടിക്കാനുള്ള തുണികളാണ്, വേറെ ഒന്നുമില്ല. നമ്മളിപ്പം താഴത്ത് ആ പാമ്പ് വന്ന് ടൈൽസ് ഇട്ട ശേഷം ഒരു തവണ പാമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അത് പുറമേ തേക്കാത്തത് കൊണ്ടാണ് കേട്ടോ വരുന്നത്, വള്ളി പിടിച്ച് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഹോൾസൊക്കെ അടച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആകാം അങ്ങനെ കഴിഞ്ഞത്. നായ്ക്കുട്ടന്മാർക്കുള്ള ചോറൊക്കെയാണ്. അടുക്കളയിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കറി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുക്കള ഇതാണ്, ഞങ്ങൾ അടുക്കള പണി നടന്നുകൊണ്ടിരിക്കുന്നതിനെ കൊണ്ടാണ് കുറച്ച് അലങ്കോലായി കിടക്കുന്നത്. അപ്പോൾ ഈ ഇടനായിന്ന് കിടക്കാത്താകാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് ഈ അടുക്കളയാണ്. അടുക്കളയിൽ ഗ്യാസ് അടുപ്പ് മാത്രമേ ഉള്ളൂ. നമ്മൾ പുറമെയാണ് വിറകടുപ്പുള്ള ഒരു ചെറിയ ചായപ്പ് മാതിരി കെട്ടിയതാണ്. പുറമേ ഒരു അടുപ്പൊന്നുമില്ല. അവിടെയും കുറേ തിരുമ്പി കാറിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ അതിലൊന്നും കാണുന്നില്ല കേട്ടോ. ഇതാ ഈ അടുപ്പിലാണ് നമ്മൾ വിറക് കൂട്ടുന്നത്. ഇനി നമുക്കൊരു അവിടെയൊക്കെ മറച്ച് കെട്ടിയതാണ്, ഇവിടെ അടച്ചിട്ടില്ല, തുറന്ന് കിടക്കുകയാണ് അടുപ്പ്. അങ്ങനെ ഇത് നമ്മുടെ ഒരു വാഷിംഗ് മെഷീൻ, അത് പുറമെയാണ്. ഈ പുറമേ ഒന്നും തേച്ചിട്ടില്ല, അതാണ് പാമ്പ് ഈ ഹോൾസ് കൂടിയൊക്കെയാണ് വരുന്നത്. ആദ്യം തേച്ചിട്ടും ഇല്ലായിരുന്നു കേട്ടോ വീട്. പിന്നെ പാമ്പ് കയറിയതിന് ശേഷമാണ് ഉള്ളിൽ തേക്കാന്നുള്ളൊരു പ്ലാൻ ഇട്ടത്. ചെറിയ മക്കളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ നായ്ക്കൾ കയറിയതിനെ കൊണ്ട് കസേരയൊക്കെ ഒന്ന് കഴുകി വെച്ചതാണ്. പിന്നെ ആറിയിട്ടിട്ടുണ്ട്. പിന്നെ ഇതാ അടുക്കള, അവിടെ നിന്ന് കയറിയാൽ നമ്മുടെ മെയിനായിട്ടുള്ള അടുക്കള. ഇത് നല്ല അടച്ചുറപ്പാണ്. അപ്പോൾ പാത്രങ്ങളൊക്കെ താഴെ വെക്കേണ്ട പാത്രങ്ങളൊക്കെ മുകളിൽ വെച്ചത്. ചെറിയ മോള് കണ്ടില്ല കിടന്നുറങ്ങുന്ന ആ മോളൊക്കെ എടുത്തും കണ്ട് എറിയും താഴത്ത് കണ്ടാൽ. അപ്പോൾ നമ്മളതൊന്ന് ഓളെ കൈ എത്താത്തോടത്ത് വെക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ പാമ്പ് കയറുന്നതെന്ന് പറഞ്ഞില്ല, അതിനൊരു സേഫ്റ്റിക്ക് വേണ്ടി ഒരു തുണി തിരികെ വെക്കുന്നതാണ് കേട്ടോ, ചെറുതായിട്ട് നമ്മളെ വാതിലിൻ്റെ അടുക്കൽ കൂടെ. അപ്പോൾ നമ്മൾ പിന്നെ ഈ നമ്മൾ ത്തിൽ യാതൊരു സംഗതികളും നമ്മൾ വെക്കാറില്ല. വെറും കട്ടിൽ, അലമാര അങ്ങനത്തെയുള്ള സംഗതികളുള്ളൂ. തുണിക്കെട്ടുകളൊന്നും വെക്കില്ല. ആകെ ഉള്ളത് ഏട്ടൻ്റെ ഈ പണി സാധനങ്ങൾ മാത്രമാണ്. വയറിങ്ങിൻ്റെ കുറേ സാധനം ഉണ്ടാവും. വെക്കാനൊരു സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ സ്റ്റെയർ കേസിൻ്റെ ചോട്ടിൽ വെച്ചതാണ്. ഈ എഴയുന്നതൊക്കെ വരുമ്പോൾ ഈ ഹോൾസ് ഉള്ള മതിൽ, ഇത് പുറം ഭാഗം കേട്ടോ വീടിൻ്റെ മതിലായതുകൊണ്ടാണ് ഈ എഴയുന്നതൊക്കെ. വിഷമുള്ളവരൊക്കെ ചിലപ്പോൾ വന്ന് ഈ തോലൊക്കെ അയച്ചിട്ട് പോകാറുണ്ട് കേട്ടോ. പക്ഷേ ഉള്ളിൽ കുഴപ്പമില്ല. ഇപ്പം നമ്മൾ കണ്ട് പേടിയൊക്കെ മാറി. അപ്പോൾ എത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണ്, നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.